വെൽക്കം ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനാണ് കളിച്ചത് ഗ്രാൻഡ്പ വെച്ചിട്ട്. ഹലോ ഗൈസ്, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ത്രിജുവണ്ണനായിരിക്കും ഇനി അടുത്ത ഗെയിം കളിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഗ്രാൻഡ്പനെ വെച്ചിട്ട് കളിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഏത് എസ്കേപ്പ് ആയിരിക്കും നോക്കുക. ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനങ്ങളും കൊണ്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യാം. എന്നാൽ സ്റ്റാർട്ട് ആവാം ഗൈസ്. ഡേ 1 എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ താഴെ ലോക്ക് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം അത് എടുത്ത് തുറക്കട്ടെ. ഗൈസ് അങ്ങനെ ലോക്ക് പിക്ക് തുറന്നിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം ഗൈസ്. ഇതും കൂടി തുറക്കണം. നമുക്ക് വേഗം തുറക്കാം. ഇതൊക്കെ തുറക്കാത്ത ഗൈസ്. വേഗം തുറന്നിട്ടുണ്ട് ഗൈസ്. ഗ്രാൻഡ്പ വീഡിയോ ഒന്നും ഇല്ലല്ലോ. നമുക്ക് കുറച്ച് നേരം ഗ്രാൻഡ്പേൻ്റെ ബെഡിൻ്റെ അടിയിൽ ഒളിക്കാം. ഗ്രാൻഡ്പ എവിടെയാണ് പോയിട്ടുണ്ടാവുക? കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് വേഗം പോവാം. കിടക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് യെസ് ഗൈസ്. പാഡിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിടക്കേൻ്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ത്രിജു പറയുന്നത് നമ്മൾ ഗ്രാൻഡ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗ്രാൻഡ്പ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഷോർട്ട് ഗൺ ഒക്കെ കിട്ടണം. എന്നാലേ നമുക്കെല്ലാം റെഡി ആവുള്ളൂ. ഷോർട്ട് ഗൺ കിട്ടിയിട്ടാണ് ഗ്രാൻഡ്പനെ ഒന്നാമത് തട്ടേണ്ടത്. അതുകൊണ്ട് നമുക്ക് വേഗം വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്നാണല്ലോ നോക്കാം. ഒന്നുമില്ല ഗൈസ്. ഷിറ്റ്. ഗൈസ്, ഈ ഗ്രാൻഡ്പ ആണെങ്കിൽ കാണുന്നില്ലല്ലോ. ഇത് എവിടെ പോയി ഗ്രാൻഡ്പ? അപ്പാപ്പാ. ഓ അപ്പാപ്പാ. അപ്പാപ്പാ വാ. Where are you? I don't want to see you. ഗൈസ് അപ്പാപ്പനെ കാണുന്നില്ല. അപ്പാപ്പ എവിടെ പോയിട്ടുണ്ടോ? നമുക്ക് എന്തായാലും വേഗം പോവാം. ഗൈസ് എത്ര നേരം അപ്പാപ്പനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഗൈസ് നമുക്കിന്ന് എണീറ്റേക്കാം. എണീറ്റിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ അപ്പാപ്പൻ നോക്കാം. വീണ്ടും ചെറിയ ടെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും കിടക്കാൻ റെഡിയിൽ ഒളിക്കാം. എന്നാൽ ഒന്നും കൂടി എണീച്ച് തപ്പിയേക്കാം ഗൈസ്. അല്ലേ വേണ്ട? ഗൈസ് എത്ര നേരെ അപ്പാപ്പനെ കാണുന്നില്ല ഗൈസ്. അപ്പാപ്പ പ്ലീസ് കം. വേഗം വാ അപ്പാപ്പ. കം 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 അപ്പാപ്പ കം. അപ്പാപ്പ വേഗം വാ വാ. അപ്പാപ്പനെ നമുക്ക് തട്ടണ്ടേ. അതുകൊണ്ട് അപ്പാപ്പ വേഗം വാ. ഗൈസ് ഇത് കുറേ നേരമല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ഗ്രാൻഡ്പ അത് എവിടെ പോയി? മറക്കണ്ട കേട്ടോ, നമ്മുടെ വീഡിയോയിൽ ലൈക്കും സബ് എന്താണെങ്കിലും തരണേ എല്ലാവരും. അതെ ഗ്രാൻഡ്പ. ഗൈസ് ഗ്രാൻഡ്പ അത് അങ്ങോട്ട് പോയി. ഡൈനിങ് റൂമിലേക്ക് പോയി ഗ്രാൻഡ്പ. അപ്പം നമുക്ക് കടിയിലേക്ക് വേഗം പോവാം. യെസ് ഗൈസ്, നമുക്ക് ഇച്ചിരി പേടിയുണ്ട്. വാല് അടയ്ക്കാം. എന്നാ ഗ്രാൻഡ്പ ഉറങ്ങി വലിയ പറയാം. നമുക്ക് അടി പോവാം. എല്ലാം ചെക്ക് ചെയ്യാം. കിച്ചൺ ചെക്ക് ചെയ്യാം. കിച്ചണിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു വെപ്പൺ കീ കിട്ടുന്ന. വെപ്പൺ കീ കൂടുതലായിട്ട് കിച്ചണിനൊക്കെ കിട്ടുക. അതുകൊണ്ട് നമുക്ക് വേഗം പോയി വെപ്പൺ കീ കിട്ടുമോ നോക്കാം. ഗൈസ് ഇവിടെ വരെ നമ്മുടെ ലക്ക് അത്രയും ഇതില്ല. ഫയർവുഡേ കിട്ടിയുള്ളൂ ഗൈസ്. ഫയർവുഡ് അധികം തോറും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ ഷോർട്ട് ഗൺ മതി. നമുക്ക് വീഡിയോ കൂടി നോക്കിയേക്കാം. നമുക്ക് വെപ്പൺ കീ കിട്ടി. നമുക്ക് ഗ്രാൻഡ്പേരെ ഒന്നതായിട്ട് തട്ടാം ഗൈസ്. തട്ടാ ഗൈസ്. വേഗം പോവാം. ഗ്രാൻഡ്പ വന്നിട്ടില്ല. അവിടുന്ന് വന്നിട്ടില്ല തോന്നുന്നു. യെസ് ഗൈസ് വന്നിട്ടില്ല. അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ വേഗം പോയി വെപ്പൺ ലോക്കുന്ന വെപ്പൺ കീ കൊണ്ട് വെപ്പൺ എടുക്കാം. നമ്മളുടെ സ്ലിംഗ് ഷോട്ട്
സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് കല്ലാണ് ആവശ്യം, റോക്ക്. കല്ലത് മനസ്സിലാവാത്തവർക്ക് റോക്കാണ്. സോ ഷുവർ ടു ബി സബ്സ്ക്രൈബ്ഡ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ആക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഒരു ലൈക്കെങ്കിലും ഒരു സബ്ബെങ്കിലും നമുക്ക് വേണ്ടതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ് ആൻഡ് ലൈക്ക്. ഓക്കെ ഗൈസ്, സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇന്ന് നമുക്കൊരു 1000K ലൈക്ക് വേണം. അത് ഗൈസ് പോയി അറിയാണ്ട് ഷൂട്ടായി പോയി ഗൈസ്. എന്നാലും നമുക്ക് ഗ്രാൻഡ് പേരെ കൊന്നൊരു 1000K ലൈക്ക് വേണം. എന്താ നിങ്ങൾ പറഞ്ഞത്? അടുത്ത വീഡിയോ ഞാൻ ചെയ്യും. ഏത് ഗെയിമാണ് സജസ്റ്റ് ചെയ്യുന്ന ആ ഗെയിം നമ്മൾ ട്രൈ ചെയ്യാം. പക്ഷേ പൈസ ഇല്ലാത്തത് വേണം പ്ലീസ്. ഞങ്ങൾക്ക് പൈസ ഇല്ല ഗൈസ്. വി ആർ സ്റ്റിൽ ചിൽഡ്രൻ. ഗൈസ് പൈസ വേണ്ടത് ആക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സബും തരണം, ലൈക്കും തരണം കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടും. അപ്പോൾ നമുക്ക് കുറേ വ്യൂസ് കിട്ടിയാൽ പൈസയും കിട്ടും. 1000 സബ്ബൊക്കെ കിട്ടുകയാണെങ്കിൽ ഗൈസ് അവിടെ ഗ്രാമ്പ ഉണ്ട്. ഗൈസ് ചെറിയൊരു ടെൻഷനായി. ഗ്രാമ്പ അവനെ ഷോട്ട് അടിക്കുന്നത് ഗൈസ്. ഗ്രാമ്പ അവനെ കണ്ടിട്ടുണ്ട്. ഗ്രാമ്പ അത് എവിടെ വരുന്നത്? ഗ്രാമ്പ എവിടെയാണ് ഗൈസ്? അതേ ഗ്രാമ്പ കാറിനടുത്ത് ഗൈസ്. ഗ്രാമ്പ അവിടെ വെടിവെച്ച് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. വേഗം ഓടിപ്പോണം. ഗൈസ് എവിടെയെങ്കിലും പോയി ഒളിയാണല്ലോ. ഗ്രാമ്പ ഇതെവിടെ വരാത്തെ? അയ്യോ ഗ്രാമ്പ. നമുക്ക് വേഗം മേലെ പോയി ഒളിഞ്ഞ് നിൽക്കാം. ഗ്രാമ്പ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്താ ഗ്രാമ്പ വരാത്ത ഗൈസ്? നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഗ്രാൻഡിനെ ഒന്ന് തട്ടിയതിന് ശേഷമാണ് നമുക്ക് ഷോട്ട് ഗൺ വാങ്ങിക്കേണ്ടത്. നമ്മളിപ്പോൾ തട്ടുണ്ടോ ഗൈസ്? ഗ്രാമ്പ ഏത് നിമിഷം വേണമെങ്കിൽ ഇവിടെ വരാം. നമുക്ക് ഗ്രാൻഡ്പേരെ പുറകത്ത് വേണം തട്ടാൻ. പുറകത്ത് തട്ടിയാലേ, മുമ്പത്ത് തട്ടിയാൽ ഗ്രാൻഡ്പ ഷോർട്ട് ഗൺ കൊണ്ട് വെക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പുറകത്ത് തട്ടണം. അപ്പം നമുക്ക് പിയാനോ എടുത്ത് വായിക്കാം. പിയാനോ വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് പിയാനോ വായിക്കാൻ നോക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴത്തേക്കൊന്ന് ഒളിയാം. ബെഡിൻ്റെ അടി ഒളിക്കുക. ചിലപ്പോൾ ഉറങ്ങാനും വരാം ഗ്രാമ്പ. ഗൈസ് എന്നാ പിയാനോ വായിച്ചു നോക്കാം. ഗ്രാമ്പ എന്നാൽ ചിലപ്പോൾ വരും. ഇതെന്താ ഗ്രാമ്പ വന്നില്ലല്ലോ ഗൈസ്? ഗ്രാമ്പ എന്താ വരാത്ത ഗൈസ്? കുറേ നേരമായല്ലോ. സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മൾ മാക്സിമം ഡേ 1 തന്നെ എസ്കേപ്പ് ആവാനാണ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഡേ 1 തന്നെ എസ്കേപ്പ് ആവണമെങ്കിൽ ഷുവർ ടു ലൈക്ക് വർക്ക് ചേർത്തിട്ടോ. നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് 1000K ആണ് വേണ്ടത്. 1000 സബ്ബാണ് നമുക്ക് ഇന്നത്തെ ടാർഗറ്റ്. 1000 സബും 1000 ലൈക്കും. അത് കിട്ടിയാൽ നിങ്ങൾ പറയുന്നത് അടുത്ത ഗെയിം ഞാൻ കളിക്കും ഗൈസ്. ഇല്ലെങ്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കും. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും ഗൈസ്. അടുത്തത് ഞാൻ കളിക്കാൻ പോകുന്നത് ബോത്താണ്. അല്ലെങ്കിൽ നമ്മൾ നോർമലിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ കളിക്കാൻ പോകുന്നത് സെൻട്രീനെയും ബോത്തും വെച്ചിട്ടാണ്. അയ്യോ ഗൈസ്, അറിയാണ്ട് നമ്മൾ വെടി വെച്ചു പോയി. കുഴപ്പമില്ല ഗൈസ്, നമ്മളെടുക്ക ഒരു ഉണ്ട ബാക്കിയുണ്ടല്ലോ. നമുക്ക് രണ്ടെണ്ണം തട്ടാം. അത് വെച്ചിട്ട് ഒന്ന് എണീച്ചേക്കാം ഗൈസ്. വേഗം ഒന്ന് എണീക്കാം. എണീച്ചിട്ട് ഒന്നുകൂടി പിയാനോ എടുത്ത് വായിച്ചേക്കാം. വായിച്ചിട്ട് പെത്ത് വയ്ക്കുന്നു വിചാരിക്കുന്നു. ഡിങ് ഡോങ്. ഗൈസ്, ഈ ഗ്രാൻഡ് പേനെ കാണുന്നില്ലല്ലോ. വെറുതെ അല്ല അതിൽ പറയുന്ന ഗ്രാൻഡ് പേക്ക് ചെവി കേൾക്കില്ലാന്ന്.
ശരിക്കും ചെവി കളിക്കില്ല. എല്ലാ വീഡിയോയിലും പറയട്ടെ ഗൈസ്, നമുക്ക് ചെവിയൊക്കെ ഇല്ലാതെ ഇപ്പോഴാണ് മനസ്സിലായത് സത്യം അത്. ഗൈസ് ഇപ്പം എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ഗ്രാൻഡ് പപ്പ വരാൻ കുറേ നേരം എടുക്കുന്നുണ്ടല്ലോ. ഗൈസ് ഗ്രാൻഡ് പ ഇത് എവിടെ? ഒന്നും കൂടി പിയാനോ വായിച്ചു നോക്കാം. ഫൈനാൻഷ്യൽ ഇനിഷ്യൽ വർക്ക്സ് ഓഫ് മൈ ദക്ഷിണോഗിലെത്തിയേ. ഗൈസ് ഗ്രാൻഡ് പ ഇത് എത്ര നേരമായി വരാതെ നിൽക്കുന്നു. ഓ ഗ്രാൻഡ് പാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഗ്രാൻഡ് പപ്പ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഗൈസ് ഗ്രാൻഡ് പ കുറേ നേരമായല്ലോ വരാതെ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റിൽ ഒളിഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഇത് എത്ര നേരം എടുക്കും ഗൈസ്? ഗ്രാൻഡ് പേനെ കാണുന്നില്ലല്ലോ. ഗൈസ് അത് ഗ്രാൻഡ് പ വന്നു ഗൈസ്. ഗ്രാൻഡ് പേനെ കണ്ടു നമ്മള്. ഗ്രാൻഡ് പ നമ്മളെ കണ്ടിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ആവാന്ന് ആർക്കറിയാം ഗൈസ്. അവിടെ ഒളിഞ്ഞിക്കുകയാണ് ഗ്രാൻഡ് പ ഗൈസ്. അവിടെ ഷോർട്ട് ഗണ്ണെല്ലാം ഇളകുന്ന കാണാം. ഗ്രാൻഡ് പ അവിടെ ഒളിഞ്ഞിക്കുക. പുറത്തേക്ക് ഗ്രാൻഡ് പ പോയിട്ടുണ്ടാവും. നമുക്ക് ഗ്രാൻഡ് പേനെ പുറകെ കൂടെ പോയി അടിച്ച് പഠിച്ച് ഗൈസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഗൈസ് അകത്തോട്ട് കയറി. നമുക്ക് ബാക്ക് എടുത്ത് വെച്ചു. അയ്യോ ഗൈസ് ഗ്രാൻഡ് പ മൊത്തം കിട്ടുന്നു. ഇപ്പം തന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എല്ലാം ചെയ്യാം ഗൈസ്. വേഗം നമ്മൾ എടുത്തിട്ടുണ്ട്. 1 എമോ എടുത്തിട്ടുണ്ട്. ഒരു എമോ അത് അവിടെ ഒരു എമോ ഉണ്ട്. അതും കൂടി നമുക്ക് വേഗം എടുത്തിട്ട് വരാം. എടുത്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം ഗൈസ്. അയ്യോ ഗൈസ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് മാച്ചസ് ഉണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമില്ല ഗൈസ്. നമ്മൾ കാക്കേൻ്റെ അടുത്തോട്ട് പോവാം. ആ ഗൈസ് നമുക്ക് മാച്ചസ് ആവശ്യമില്ല. നമ്മൾക്ക് തോക്ക് ഉണ്ടല്ലോ, നമ്മൾക്ക് ഷോട്ട് ഗൺ ഉണ്ടല്ലോ. അത് നമുക്ക് കാക്കേനെ ഇത് വെച്ചിട്ട് കൊന്നാൽ മതി. ഗൈസ് നമ്മളെന്നാ മേലോട്ട് പോയി കാക്കേനെ കണ്ടുപിടിക്കാം. കാക്കേ കൂടെ വിടെ നിന്റെ കൂടെ നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നു. അതെ ഗൈസ് കാക്കേനെ കിട്ടി. കാക്കേൻ്റെ അടുത്ത് ഷെഡ് കീ ഉണ്ട്. വേഗം ഷെഡ് കീ എടുക്കുക ഗൈസ്. ഗൈസ് ഇപ്പൊ തോക്ക് ഇവിടെ വെക്കും. നമുക്ക് വേഗം എടുക്കാം. അയ്യോ ഗൈസ് വീണുപോയി. ഷോട്ട് ഗൺ വീണുപോയി. നമുക്ക് എന്തായാലും പോട്ടെ. നമുക്ക് ഷെഡ് കീഴെ നേരെ അങ്ങോട്ടേക്ക് ഇടാം. ഒച്ചയൊക്കെ വന്നിട്ടുണ്ട്. വേഗം പോയി ഷോട്ട് ഗൺ എടുക്കാം ഗൈസ്. ഗ്രാൻഡ് പേൻ്റെ അടുത്ത് ഒരു തവണ ഷോട്ട് ഗൺ കിട്ടിയാൽ പിന്നെ പണി പാളും. അയ്യോ നമ്മുടെ പണി പാളുമെന്നറിയാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും. മൂലക്കാണ് നിക്കുന്നത്. നമുക്ക് വേഗം പോയി എടുക്കാം. നമ്മുടെ തോക്ക് ഗഡ് വീടിച്ചില്ല ഗൈസ്.
നമ്മൾ ഒന്നും കൂടി എമോ എടുക്കണം ഇവിടെ നിന്ന്. ഗൈസ് യെസ്, ഒരു എമ്മ വെച്ചിട്ട് ഒരു എമ്മ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേഗം പോവാം. ഇത് കല്ലും കൂടി എടുത്തേക്കാം ഗൈസ്. കല്ലെടുക്കുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ സേഫ്റ്റി ആയി. അറിയാണ്ട് തോക്ക് പോയാലും സ്ലിംഗ് ഷോട്ട് എടുക്കണം. പിന്നെ ഗൈസ് എന്നാൽ വേഗം അടി പോയിട്ട് അവിടുത്തെ ചില്ല് പൊട്ടിക്കാം. ഗൈസ് ഇവിടെ ഒരു കോമഡി നടന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ചിരി പൊട്ടിച്ചിരി. ഗൈസ് നമ്മളിത് അവിടെ ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്രോബാർ എടുത്ത് മേലെയും കൂടി പോവാം. നമുക്ക് ക്രോബാർ എടുത്ത് മേലത്തെ തുറന്ന് ഗൈസ്. അപ്പോൾ അത് നമുക്ക് അധികം ഉപകാരമുള്ളതൊന്നും കിട്ടിയില്ല. നമുക്ക് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഗൈസ് സോറി കേട്ടോ ആ ചിരിൻ്റെ ഇതിനെല്ലാത്തിനും. നമ്മുടെ ത്രിജു സാറിന് ഭയങ്കര ചിരിയായി പോയി. ഇച്ചിരി ഓവർ കോമഡി നടന്നുപോയി. നമുക്ക് പ്ലാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് എന്നാൽ ഗ്രാൻഡ് പേ നമുക്ക് വേഗം ഒന്ന് തട്ടണം, എന്നാലേ എനിക്ക് സേഫ് ആവുള്ളൂ. സോറി അഗെയിൻ ഗൈസ്. നമ്മുടെ ത്രിജുവിൻ്റെ എക്സ്ട്രാ ചിരിക്ക് ഇവിടെ ബെല്ലടിച്ചിട്ട് നമ്മൾ ഗ്രാൻഡ് പേനെ വിളിക്കും. എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ ഗ്രാൻഡ് പേനെ വിളിക്കും. അങ്ങനെയാണ് ഈ ഗൈസ്. എന്നാൽ ഗ്രാൻഡ് പേനെ വിളിക്കുക. ഗ്രാൻഡ് പ എവിടെ? ഓ ഗ്രാൻഡ് പാ, ഐ വിഷ് യു കം ഹിയർ. Where are you? I want to see you. To kill you all. Guys, ഈ ഗ്രാൻഡ് പേ അത് എവിടെ പോയി? ഗൈസ് ഈ ഗ്രാൻഡ് പപ്പ എവിടെ പോയി? ഗൈസ് നമ്മുടെ ത്രിജുരാജയ്ക്ക് ഭയങ്കര ചിരിയായി പോയി. ചിരോഫോബിയ കിട്ടിക്കുക. ഗൈസ് ഈ ഗ്രാൻഡ് പപ്പ എവിടെ? ഗ്രാൻഡ് അത് ഗൈസ് ഗ്രാൻഡ് പ വരുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കാം. ഗ്രാൻഡ് പ നമ്മളെ ഗൈസ് ഗ്രാൻഡ് പ നമ്മളെ കണ്ട് ബാഡ മോനെ ഇച്ചിരി ഇഡ്ഡലിയും അപ്പവും വടയും എല്ലാം തരാം. ഗൈസ് നമ്മുടെ ത്രിജുവിൻ്റെ ചിരി നിൽക്കുന്നില്ല. ഇനി ഗുളിക കൊടുക്കേണ്ടി വരും. വേഗം നമുക്ക് ഓടാം ഗൈസ്. ഓടി 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 വേഗം നമുക്ക് എല്ലാം സെർച്ച് ചെയ്ത് നമുക്ക് എല്ലാം വെക്കണം. ഇനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല ഗൈസ്. ഗൈസ് വേഗം നമുക്ക് മേലോട്ട് പോവാം. മേലോട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകണമല്ലേ. നമ്മുടെ ത്രിജുവിൻ്റെ ചിരിയോഫി ഇച്ചിരി കൂടി കൂടി തോന്നുന്നത്. ഭയങ്കര കഴിയില്ല, അതവിടെ പ്രോബ്ലം. ഇപ്പം നമ്മൾ ഗൈസ് ഇതിൽ ഇവിടെ തോക്കോടെ ഒളിപ്പിക്കാം. ഗൈസ് ഇതിന് എന്ത് ചെയ്യും? വേഗം നമുക്ക് ഫ്യൂസ് എല്ലാം വെക്കണം. ഫ്യൂസ് വെക്കാം ഗൈസ്. ഏറ്റവും ആദ്യം ഫ്യൂസ് വെക്കണം. ഫ്യൂസ് വെച്ചാലേ, അല്ലെങ്കിൽ ജനറേറ്റർ കേബിൾ വെക്കാം. ജനറേറ്റർ നമ്മൾ ക്രോബാറും കൊണ്ട് ജനറേറ്റർ കേബിൾ കണ്ടിരുന്നു. അപ്പം അതെടുക്കാം. അയ്യോ ഗൈസ് അറിയാതെ കൊലച്ചായി ഉണ്ട് ഗൈസ്. ഗൈസ് അവിടെ ഒരു പ്ലാങ്കും നമ്മൾ കണ്ടിരുന്നു. ആ പ്ലാങ്ക് എടുക്കാം. അപ്പോൾ ഇതിനങ്ങ് വേറെ മേലോട്ട് പോകാം. മേലെ പോകാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ബ്രിഡ്ജയിലൊക്കെ കിട്ടും. ബ്രിഡ്ജർഫിയോ തേങ്ങയോ എന്തെങ്കിലും കിട്ടും ഗൈസ്. നമുക്ക് നോക്കാം എന്താ കിട്ടാതെ. നമ്മളുടെ ലക്കത്ത അത് വെച്ചിട്ട് കിട്ടും അല്ല ഗൈസ്. ഗൈസ് ഭാഗ്യത്തിന് ത്രിജുയുടെ ചിരിയോഫോബിയ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭേദമാവുക എന്ന് തോന്നുന്നു. ഒരു ഗുളിക കൊടുത്തിട്ടുണ്ട് ഗൈസ്. വെറുതെ പറയണേ അത് ഗൈസ്. വെള്ളം ചുമച്ച് അത് അറിയാണ്ട് ചിരിച്ചു പോയതാ ഗൈസ്. ഞാൻ വെള്ളം കുടിച്ചാലല്ലേ ലാല അതൊക്കെ ചിരിപ്പിച്ച്. ഗൈസ് എന്നാൽ വേഗം നമ്മൾ ഇതെല്ലാം പ്ലേസ് ചെയ്ത് എന്നിട്ട് വേഗം പോവാം. അങ്ങനെ നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഇറ്റ്സ് അപ് ടു അവർ ഫ്യൂച്ചർ ഭാവിയും. ഗൈസ് നമുക്കങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഗേറ്റ് എസ്കേപ്പിൻ്റെ. അപ്പം നമുക്ക് ഗേറ്റ് എസ്കേപ്പ് വരെ ചെയ്യാൻ അല്ല ഗൈസ്.
ഗേറ്റ് എസ്കേപ്പ് വരെ ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ട്രെയിൻ എസ്കേപ്പ് ചെയ്യും ഗൈസ്. നിങ്ങൾക്ക് വാക്ക് എഴുതും. വാക്കല്ലെങ്കിൽ ചീട്ട് എന്ന് ഞാൻ തിരിച്ചും പറയുന്നു. വേഗം നമുക്ക് ബ്രിഡ്ജ് ക്രാക്കിന് തിരിച്ചു വെക്കാം. ഇത് എല്ലാം സെറ്റിലാക്കാം. അയ്യോ ഗൈസ് ഇത് ഓണാക്കാൻ മറന്നേ. നമുക്ക് വേഗം ഷോർട്ട് ഗൺ ഇനി എടുക്കാം. അതൊക്കെ ഈ ഗ്രാൻഡ് പേ എണീച്ചിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് പോവാം. ഗൈസ് നമുക്ക് 2 കല്ല് കിട്ടി. 3 കല്ലും നമ്മൾ അൺലോക്ക് ചെയ്തു. അൺലോക്കെല്ലാം നമുക്ക് കിട്ടി ഗൈസ്. നമുക്ക് വേഗം നമ്മുടെ ഷോർട്ട് ഗൺ എടുക്കുക. ഗ്രാൻഡ് പേ നമുക്ക് വെടി വെക്കുക എന്നൊരു പണി പാട്ട്. അയ്യോ ഗൈസ് നമ്മളിതിൽ പറഞ്ഞു ഗൈസ് അറിയാണ്ട് നമ്മൾ വെടി വെച്ചു പോയി. അത് സാറില്ല ഗൈസ്. ഈ ഒച്ച കേട്ടിട്ട് ഗ്രാമ്പ് ഓടി വരും. ഗ്രാമ്പൻ്റെ ഷോർട്ട് ഗൺ ഒച്ചകൾക്കാണെങ്കിൽ ഗ്രാമ്പ് നടക്കല്ല ഓടുകല്ല പറന്നു വരും. ഗ്രാൻഡ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഷോർട്ട് ഗൺ. അപ്പൊ ഗ്രാൻഡ്പക്ക് അത് വേണ്ടാണ്ടിരിക്കുകയോ? എല്ലാ നമ്മുടെ ഗ്രാനി ചാപ്റ്റേഴ്സിനും നമുക്ക് ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് ഗ്രാൻഡ് എത്തി. ഗ്രാൻഡ് പേ നമ്മൾ വെടി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഷെഡ്? ഞാൻ താഴോട്ട് എടുത്ത ഷെഡിക്ക് ഇവിടെ അത് കാരണം നമുക്ക് ഈസി വേഗം തുറക്കാം. നമ്മൾ ടോക്ക് ഷെഡിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ ഇപ്പോഴാണ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ആവശ്യമില്ല ഗൈസ്. നമുക്കെല്ലാം കിട്ടിയതല്ലേ. നമ്മൾ എന്തിനാ ഷെഡിക്ക് വെച്ചതറിയോ? നമ്മുടെ മറ്റേ ജനറേറ്റർ ഓണാക്കാനാണ്. ജനറേറ്റർ കേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാതും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി വേഗം പോയി എല്ലാം ചെയ്യാനേ ഉള്ളൂ. എമോ ഇനി വേണം ഗൈസ്. എമോ ഇവിടെ ഉണ്ടായിരിക്കും ഗൈസ്. ഉണ്ട് ഗൈസ്. ഒരു എമോ ആണുള്ളൂ. നമ്മൾ നേരത്തെ അത് ചെയ്തതാണല്ലോ ഒരു എമോ. എടുത്തതാണോ ഒരു എമോ ഗൈസ്? നമുക്ക് വേഗം പോവാം. നമുക്ക് നമ്മുടെ ഷോർട്ട് ഗൺ എടുത്തു വെക്കാം ഗൈസ്. ഇവിടെ ഒരു എമൗണ്ട് കൂടി ഉണ്ട്. 2 എണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് ഇവിടെ ഷോർട്ട് ഗൺ എടുത്തു വെക്കായിരുന്നു. നമുക്ക് ഷോർട്ട് ഗൺ എടുത്തു വെക്കാം ഗൈസ്. എന്നത് നമ്മൾ ഷോർട്ട് ഗൺ ഇവിടെ വെക്കാൻ അടങ്ങി ഗൈസ്. എന്നാൽ ഷോർട്ട് ഗൺ അവിടെ നിൽക്കാതെ ആദ്യം നമ്മൾ വെച്ചതായിരുന്നല്ലോ ഗൈസ്. ഷോർട്ട് ഗൺ നിൽക്കുന്നില്ല. വേറെ സ്ഥലത്ത് ഒളിപ്പിക്കേണ്ടി വരും ഷോർട്ട് ഗണ്. അല്ലെങ്കിൽ ഗ്രാൻഡ് പപ്പ വന്നിട്ട് അത് എടുത്തുകൊണ്ടുപോകും. അത് നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. എന്നാൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. നമുക്ക് ക്രോബാർ തുറന്ന സ്ഥലത്താണ് ജനറേറ്റർ കേബിൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ജനറേറ്റ് കേബിൾ എടുക്കാം. ലാസ്റ്റ് ഫ്യൂസ് എടുത്തിട്ട് നമുക്ക് എസ്കേപ്പ് ആവാം. ജനറേറ്റർ കേബിളും കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആക്കാം. ഇലക്ട്രിസിറ്റി ആക്കുകയാണെങ്കിൽ വേഗം നമുക്ക് എല്ലാം കഴിയും. ഗ്രാൻഡ് പപ്പ എണീക്കും കഴിച്ച് നമുക്ക് വേഗം ചെയ്യണമല്ലോ. ഫാസ്റ്റ് ആക്കണം. ഗൈസ് നമ്മളിത് കേബിൾ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യാം. ഇലക്ട്രിസിറ്റി ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഇലക്ട്രിസിറ്റി ഓൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഫ്യൂസാണ് എടുക്കേണ്ടത്. ഫ്യൂസ് വേഗം എടുക്കാൻ പോവാം. നമ്മുടെ ഷോർട്ട് ഗൺ ആദ്യം എടുക്കുക ഗൈസ്. നല്ലത് ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഷോർട്ട് ഗൺ എടുത്തേക്കാം. പക്ഷെ ഗ്രാൻഡ് പപ്പ എണീച്ചിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. അതെ ഗൈസ്. ഗ്രാൻഡ് പപ്പ കൃത്യസമയത്ത് എത്തി. ഗൈസ് അതെന്റെ വീട്ടിലെ കുഞ്ഞാവയാണ് കരഞ്ഞത്. സോറി ഗൈസ്. എന്നാൽ വേഗം നമുക്ക് പോയിട്ട് ഫ്യൂസ് എടുക്കാം. ഫ്യൂസ് എടുത്ത് മേലെ വെക്കാം. എന്നിട്ട് ഗേറ്റ് എസ്കേപ്പ് ആകാം. ഗൈസ് നമ്മൾ ഫ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ആകാശത്തേക്ക് പോവാം.
യെസ് ഗൈസ്, അങ്ങനെ ഗേറ്റ് എസ്കേപ്പ് നമുക്ക് ചെയ്യാം. എന്തായാലും ഗേറ്റ് എസ്കേപ്പിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടിയല്ലോ, ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടി ഗൈസ്. നമ്മൾ വെക്കുകയും ചെയ്ത് നമുക്കൊന്നും ചെയ്യാനില്ല ഗൈസ്. ഫ്യൂസ് എടുത്ത് അവിടെ വെക്കുക, ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, അങ്ങനെ ഗൈസ് ഗേറ്റ് ഓപ്പൺ ആവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത് ഗേറ്റ് എസ്കേപ്പ് തന്നെ ചെയ്യുക. ചെയ്യുക എന്നല്ല ഗൈസ്, ചെയ്യാം. ഗേറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം താഴോട്ട്. എസ്കേപ്പ് ടൈം. നമുക്ക് ലാസ്റ്റ് ഷോട്ട് ഗൺ എല്ലാം എടുത്തിട്ട് നമുക്ക് പോവാം. ഗ്രാൻഡ്പാ ഭാഗ്യത്തിന് ഷോട്ട് ഗൺ എടുത്തില്ല ഗൈസ്. ഗ്രാൻഡ്പാ ഇതുവരെ എണീച്ചിട്ടുണ്ടാവില്ല ഗൈസ്. നമുക്ക് വേഗം ഗേറ്റ് കൊടുക്കാം ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, മനസ്സിലൊരു കൊതിമൂർത്ത ഐഡിയ. നമുക്ക് ഗ്രാൻഡ്പാൻ്റെ ഷോട്ട് ഗണ്ണ് ഈ ഓവിലിട്ടാലോ, അതും ഗ്രാൻഡ്പാൻ്റെ മുന്നിൽ നിന്ന് ഗൈസ്. അപ്പം നമുക്ക് ഗ്രാൻഡ്പാ വിചാരിക്കും ഈ മുതലകളെ വെറുതെ വെച്ചത് വെറുതെ ആയല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യും, ഇനി എൻ്റെ തോക്ക് കിട്ടൂലല്ലോ അത് വിചാരിക്കും ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേഗം ഗ്രാൻഡ്പാ വരട്ടെ. ഗ്രാൻഡ്പാൻ്റെ മുമ്പ് നിന്നിട്ട് ഗ്രാൻഡ്പാൻ്റെ മുമ്പ് തന്നെ എസ്കേപ്പ് ആവാൻ ചെയ്യാം. നമുക്ക് വേഗം തോക്കിൻ്റെ ഉണ്ടി ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ ഭൂമിക്ക് നേരെ ഇട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ചന്ദ്രനെ നേരെ ഇട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ കുറേ നേരമായില്ല വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഗ്രാൻഡ്പാ അത് എവിടെ ഗൈസ്? നമുക്ക് നേരെ എസ്കേപ്പ് ആയാലോ വേണ്ടൊക്കെ ഗ്രാൻഡ്പാനെ വെയിറ്റ് ചെയ്യാലോ ഗൈസ്. അതപ്പോൾ ഗ്രാൻഡ്പായ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇവിടെ നമുക്ക് ഒച്ച ഉണ്ടാക്കുക കുറച്ച്. എന്നാൽ ഗ്രാൻഡ്പാ ചിലപ്പോൾ വരും. കുറേ ഒച്ച ഉണ്ടാക്കുക ഗൈസ്, എന്നാലായിരിക്കും വരിക. അല്ലെങ്കിൽ നമുക്ക് നേരെ ഇട്ട് നോക്കിയാലോ ഗൈസ്. എന്താ ഇപ്പോൾ ചെയ്യുക ഗൈസ്? ഗ്രാൻഡ്പാൻ്റെ വീട് എത്ര വലുതാണ്! 3 നില, ഒരു സബ്വേ, ഇതെല്ലാം കൂടിയായിട്ട് ഗ്രാൻഡ്പാ പൈസക്കാരൻ തന്നെയല്ലേ. അങ്ങനെ ഗൈസ് നമുക്ക് വേഗം എസ്കേപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട് ഗൈസ്, പക്ഷേ ഗ്രാൻഡ്പാൻ്റെ മുമ്പ് എസ്കേപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അതുണ്ടാവുമോ? അത് കമൻറ്റിൽ അറിയിക്കണേ. ആർക്കുണ്ടാവണ്ടേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്പാൻ്റെ മുമ്പ് എസ്കേപ്പ് ആവാനോട് ഇഷ്ടം, അത് ഗ്രാൻഡ്പാ ഇല്ലാത്ത തരം എസ്കേപ്പ് ആവാനോട് ഇഷ്ടം? ആ കോമൻസിൽ സജസ്റ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ കുറേ നേരമല്ലോ വെയിറ്റ് ചെയ്യുന്ന ഗ്രാൻഡ്പായ്ക്ക് ശരിക്കും ചെവി കേൾക്കില്ല. ഗൈസ് എത്ര നേരമായി ഗൈസ്? ഗ്രാൻഡ്പാ എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ഗൈസ്. ഗ്രാൻഡ്പാ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എസ്കേപ്പ് ആയിരുന്നു ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഗ്രാൻഡ്പായ്ക്ക് ശരിക്കും ചെവി കേൾക്കില്ല. ഗൈസ് ഇതെന്ത് ചെയ്യും? ഗ്രാൻഡ്പാ ആണെങ്കിൽ കാണില്ല ഗൈസ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഒരു പിടിയില്ല ഗൈസ്. എന്താ പറയുക? ടൈം ഈസ് ഗോയിങ് ഓൺ ലൈക്ക് മെർബിംഗ ഗൈസ്. നമ്മളെ ഗിലറ്റീനും കൊണ്ട് ഒച്ച ഉണ്ടാക്കണം എന്ന് എനിക്കൊരു സംശയം. എനിക്ക് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കുറേ നേരമല്ലോ വെയിറ്റ് ചെയ്യുന്നത്.
ഗൈസ് ഗ്രാൻഡ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗ്രാൻഡ് നമ്മളെ വട്ടം അറിഞ്ഞ് കുറേ നേരമല്ലോ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇനി എന്ത് ചെയ്യും, നമുക്ക് ഷോർട്ട് ഗൺ എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാം അവിടേക്ക്. ഉണ്ടയാണെങ്കിൽ തീർന്നും പോയി ഗൈസ്. എന്താ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മുടെ ഡിക്കി തുറക്കുന്നത്. ഗൈസ് ഇത് കുറേ നേരമായല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എസ്കേപ്പ് ചെയ്താലോ ഗൈസ്, എന്ത് ചെയ്യും? ഗ്രാൻഡ് പേനാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഗൈസ് അറിയാണ്ട് നമ്മൾ ഷോർട്ട് ഗൺ വീണുപോയി. ഗൈസ് അതെന്താ അവിടെ? ഇത് അവിടെ ഉണ്ടല്ലോ ഗൈസ്. അതെന്താ സാധനം? ഗൈസ് നമ്മുടെ ഷോർട്ട് ഗൺ അവിടെ വീണത് ഇവിടെ എത്തി. ഓ ഗൈസ് ഗൈസ് വെരി ഗുഡ് ഗൈസ്. എന്ത് ചെയ്യണല്ലേ ഗൈസ്? ഗൈസ് എന്നാൽ നമുക്ക് മടുത്തു പോയി. നമ്മളൊന്ന് എസ്കേപ്പ് ആവാൻ പോയിന്. നമ്മൾ ഷോർട്ട് ഗൺ ഇങ്ങോട്ട് എറിയാം. ഇനി വേറൊരു ചോയ്സും ഇല്ല. ഷോർട്ട് ഗൺ ഇനി എറിയും, നമ്മൾ ഓടും. ഹോ ഗൈസ് നമ്മുടെ ഷോർട്ട് ഗൺ വീണില്ലേ? അയ്യോ ഗൈസ് വേഗം ഇടാൻ എന്നിട്ട് ഓടിപ്പോവാ. ബൈ ഗ്രപ്പ, ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് 1000K ലൈക്കും 1000 സബ്സ്ക്രൈബേഴ്സും ആണ് നമുക്ക് വേണ്ടത് ഗൈസ്. അതെ ഗൈസ്, അടുത്ത വീഡിയോ വരണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ഞാൻ കളിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും ഗൈസ്. ഗ്രാൻഡ് അങ്ങനെ തീർന്നിട്ടുണ്ട്.